പൊട്ടന്മാരെ മരിയും. ഇത് ശരിക്കും അവളെ വിളിച്ച് ചോദിക്കുകയാണ് വേണ്ടത്. അവൾ എടുത്തിട്ടുണ്ടോ എടുത്തോ ഇല്ലയോ എന്നുള്ള ഇപ്പോഴും അറിയില്ലല്ലോ. പെണ്ണല്ലേന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്നാ ചോദിക്കടാ. അപ്പൊ പോലീസുകാർ അറിയും, പിന്നെ ആവശ്യമില്ലാത്ത കഥകൾ അറിയും. മിണ്ടാതിരുന്നാ ഇരിക്കാവോ അവിടെ എവിടെയെങ്കിലും? വിളിച്ചിറക്കുന്ന ആ ഫാസിലോടെ വെയിറ്റ് ചെയ്തോണ്ട് നിൽക്കാണ്. ഏട്ടാ ഞാൻ പറഞ്ഞു ഇങ്ങനെ ബഹളം വെക്കല്ലേ. അമ്മയുടെ അടുത്തൊക്കെ യാത്ര പറയായിരിക്കും. ഓ പിന്നെ ഇനിയിപ്പോ യാത്ര പറയാനാ. ചേച്ചി ആ ഇറങ്ങിക്കോ, ഫാസിലവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സാറേ എന്നെ 1 മാസത്തേക്കാന്ന് പറഞ്ഞല്ലേ ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പൊ ഈ ഒരാഴ്ച ആയപ്പോഴത്തേക്കും എന്താ മോളെ എന്നെ ഇങ്ങനെ പറഞ്ഞു വിടാൻ കാര്യം? എനിക്ക് തോന്നുന്നു ഇവിടെ ആ പൈസ കളഞ്ഞു പോയത് ഞാനാണോ എടുത്തെന്ന് സാറിന് വല്ല സംശയമുണ്ടോ സാറേ? സത്യമായിട്ട് സാറേ ഞാൻ ആ പൈസ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നിങ്ങളൊക്കെ എൻ്റെ സഹോദരപ്പരെ ഞാൻ കണ്ടത്. അമ്മയാണ് എൻ്റെ അമ്മയെ നോക്കുന്ന പോലെ ഞാൻ നോക്കിയത്. പക്ഷെ നിങ്ങളെല്ലാവരും കൂടെ എന്നെ കള്ളിയാക്കിയെന്ന് തോന്നുന്നു. ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. എന്നാലും സാറിന് അങ്ങനെ ഒരു സംശയം ഉണ്ട് എന്നെ, എനിക്ക് മനസ്സിലായി. അവൻ അങ്ങനെ നിൽക്കുള്ളൂ, അല്ലാതെ അവന് സംശയമൊന്നും ഉണ്ടായിട്ടല്ല. ഇറങ്ങിക്ക് ഇപ്പൊ എല്ലാവരും ഇവിടെ തിരിച്ചു വന്നല്ലോ. ഇനിയിപ്പൊ അങ്ങനെ ഒരാളുടെ ആവശ്യമില്ലാന്ന് ഓർത്തിട്ടാ. ഞാനിവിടെ ആകെ 15 ദിവസമേ ജോലി ചെയ്തുള്ളൂ സാറ്. പക്ഷെ 1 മാസത്തെ കാശ് എനിക്ക് തന്നു. എന്താ സാറേ വെച്ചോ, എനിക്ക് 5 ദിവസത്തെ കാശ് മതി. ഇത് പിടിച്ചോ, നമ്മളെ സാറിനെ ഏൽപ്പിച്ചായിരുന്നു, എനിക്ക് വേണ്ട. സാറേ പല ഹോം നേഴ്സുമാരും പല വീടുകളിലൊക്കെ കയറി തട്ടിപ്പൊക്കെ നടത്തിയിട്ടുണ്ട്, പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അത്ര കാര്യമല്ല. ചേച്ചി ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഇല്ല മോളെ, എനിക്ക് 2 മക്കളുണ്ട്. അവരെ വളർത്താൻ വേണ്ടി ഞാൻ ഈ വന്നിരിക്കുന്നു. സത്യം ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല. ഇറങ്ങി ഫാസിലോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെടുത്തിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടാ. പിന്നെ ആരെടുത്തു പൈസ? അവിടെ മര്യാദക്ക് നോക്കിയോ? ഇനി നോക്കാൻ ഒരു സ്ഥലം ഇവിടെ ബാക്കില്ല. എടുത്തിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ കരഞ്ഞോണ്ട് പോവോ? ഈ പൈസ തിരിച്ചു തരുമോ? ശാപായിപ്പോയിന്ന് തോന്നുന്നു. ആ ശാപം ആവട്ടെ. അയ്യോ എന്താണ് കൈ കിടക്ക്. ഇതെന്താ ഇത്? ഗാഡിന്റെ ഇന്നലെ കാണാതെ പോയ പൈസ ഇല്ലേ, ആ പൈസ 15,000 രൂപയോ? ആ അപ്പൊ ഈ പൈസ ഞാൻ തന്നെ എടുത്തു. അപ്പൊ നീ എന്തൊരു ബഹളം വെക്കണ്ട. ഞാൻ ഈ പൈസ എടുത്ത് മാറ്റിയത് അളിയൻ്റെ നല്ലതിന് വേണ്ടിയാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഈ 15,000 രൂപ കാണാതെ പോയാൽ ഉണ്ടാകുന്ന നഷ്ടമുണ്ടല്ലോ, അതിനേക്കാളും വലിയ നഷ്ടം ആ ഹോം നേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായേനെ. അളിയ സംഗതി നമ്മൾ തമ്മിൽ അത് ഇതൊക്കെ പറഞ്ഞ് വഴക്കടിക്കാറുണ്ട്. പക്ഷേ അളിയന് ഒരു ചീത്തപ്പേരുണ്ടാവുക, അളിയൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അളിയൻ. അതിനു വേണ്ടി ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയൊരു നാടകം തന്നെയാണ് അവളെ പറഞ്ഞു വിടാൻ വേണ്ടി. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കഴിഞ്ഞല്ലേ? അതെ, ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞു, അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. ഓക്കെ ശരി എന്നാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒന്ന് നിന്നേ. എന്ത് കളിയാ? ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്ത്? അമ്മയുടെ 2,000 രൂപ കഴിഞ്ഞ ആഴ്ച കാണാതെ പോയിട്ടുണ്ട്. ആ പൈസ കൂടി വെച്ചേ. എന്താ പൊന്നളിയോ. Alien versus Alien.